ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു ബേസിക് ക്രൂനെക്ക് ടീഷർട്ടിൻ്റെ പാറ്റേൺ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ ക്ലാസ്സാണ്. നമുക്ക് ബേസിക് ക്ലാസ് മുതൽ പോവാം. ബേസിക് സ്റ്റൈൽസ് ടു അങ്ങനെ കുറച്ച് ഡെവലപ്പാക്കി നമുക്കൊരു അഡ്വാൻസ് ലെവലിലേക്ക് കൊണ്ടുപോകാം. ആദ്യം നമുക്കൊരു ബേസിക് ക്രൂനെക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. എന്നാൽ ക്ലാസ്സിലേക്ക് പോവാം. വെൽക്കം ബാക്ക്. ടെക് പാക്കും ബി ഒയും ഒക്കെ നോക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് പോയി ചെക്ക് ചെയ്യാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടാം, നിങ്ങൾ വേണമെങ്കിൽ നോക്കിയോ. അതായത് സ്റ്റൈൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ക്രൂനെക്ക് ടീഷർട്ട്, ഒരു പ്രിൻ്റുണ്ട്, 2 കാമ്പോ ഉണ്ട്, അതിൻ്റെ പ്രിൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ പ്രിൻറ്റിൻ്റെ ക്വാളിറ്റി ഡീറ്റെയിൽസ്, ആർട്ട് വർക്ക് ഡീറ്റെയിൽ. പിന്നെ ഉള്ളത് വന്നിട്ട് നമുക്ക് ടെക് പാക്കാണ്. ഇതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. കോളർ 1x1 റിബ്, നെക്ക് ടേപ്പ് സെൽഫ് ഫാബ്രിക്കിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ലേബിളിൻ്റെ ടാഗിൻ്റെ ഡീറ്റെയിൽസാണ്. അടുത്ത വന്നിട്ട് ഹൗ ടു മെഷറാണ്. അടുത്ത വന്നിട്ട് സ്പെക്ക്. ഓക്കെ, ഇപ്പോൾ നമുക്ക് പാറ്റേൺ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ഓക്കെ, ഇപ്പോൾ എനിക്കിവിടെ ആവശ്യം വന്നിട്ട് ലെങ്ത്തും ചെസ്റ്റുമാണ്. ഞാൻ ലെങ്ത്തും ചെസ്റ്റും ഇപ്പോൾ ഞാനിവിടെ ഡ്രാ ചെയ്യാൻ പോകുന്നു. ആദ്യം ന്യൂ ഫയൽ കൊടുത്തിട്ട് ഡ്രാ ടൂളിൽ പോകുന്നു. ഡ്രാ ടൂളിൽ പോയിട്ട് റെക്ടാങ്കിൾ എടുക്കുന്നു. റെക്ടാങ്കിൾ എടുത്തിട്ട് ഞാനിവിടെ വന്നിട്ട് 71 കൊടുക്കുന്നു. 71 പിന്നെ 47 ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞുതരാം. അത് ഈ ഒരു ഡോട്ടർ ലൈൻ കാണുന്നുണ്ടല്ലോ, ഇതാണ് വന്നിട്ട് ഓറിജിൻ. അതായത് മൈനസ് എക്സ് വൈ എക്സ് മൈനസ് വൈ, മൈനസ് എക്സ് എക്സ് വൈ മൈനസ് വൈ. ഓക്കെ, ഇപ്പം ഞാൻ ഈ 0 പോയിൻറ്റിനെ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നു. ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് എനിക്ക് ആവശ്യം ഇനി നെക്ക് വിത്ത് ബാക്ക് നെക്ക് ഡ്രോപ്പ്, ഫ്രണ്ട് നെക്ക് ഡ്രോപ്പ്, ഷോൾഡർ. ഇപ്പം ഞാൻ ഈ 4 ഡോട്ടുകൾ ഇടാൻ പോവുകയാണ്. ആദ്യം നമുക്ക് നോക്കാം. നെക്ക് വിത്ത് 18, 11, 1, 42. അപ്പോൾ 9, 11, 1, 42. നെക്ക് വിത്ത് 9. ഞാൻ വൈയിലാണ് കൊടുക്കുന്നത്. എക്സിൽ ബാക്ക് നെക്ക് ഡ്രോപ്പ് 1, ഫ്രണ്ട് നെക്ക് ഡ്രോപ്പ് 11, ഷോൾഡർ 21, അതായത് 42ൻ്റെ പകുതി. ഇതൊക്കെ ഞാൻ വന്നിട്ട് ഇപ്പോൾ ഷേപ്പ് ടൂളിൽ പോയിട്ട് ഒക്കെ പോയിൻ്റ് ഇട്ടു. ഈ കാണുന്നതൊക്കെ മെയിൻ പോയിൻ്റ് ആണ് കേട്ടോ. ഇനി ഞാനിതിനെ ഡ്രാ ചെയ്യാൻ പോവുകയാണ്. ആദ്യം ഞാൻ ഈ ബാക്ക് നെക്ക് ഡ്രോപ്പിൻ്റെ ഫസ്റ്റുള്ള പോയിൻ്റ് ഞാൻ റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഷേപ്പ് കൊടുക്കുന്നു. ഈ പോയിൻ്റ് വന്നിട്ട് 90 ഡിഗ്രിയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോഴാണത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു നേർരേഖയിലുണ്ടാവുകയുള്ളൂ. ഈ ഒരു പോയിൻറ്റിന് ഞാൻ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നു. അതിന് നമുക്ക് ആദ്യം സ്ലോപ്പ് പോകേണ്ട ലൈൻ സെലക്ട് ചെയ്യുക. രണ്ടാമത് വന്നിട്ട് ഫിക്സ്ഡ് ആയി നിൽക്കേണ്ട പോയിൻറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് റൊട്ടേറ്റ് ദ ഗ്രൂപ്പ് ഒബ്ജക്റ്റ് എന്നുണ്ടാവും. അതിൽ വന്നിട്ട് ഞാനിപ്പോൾ 20 ഡിഗ്രി കൊടുക്കുന്നു. ആ മെഷർമെൻ്റ് ആയിട്ടുള്ള ഒരു 20 ഡിഗ്രിയാണ് ചോദിച്ചിരുന്നത്, അത് കൊടുത്തു. ഇനി അടുത്ത് ആം ഹോൾ എങ്ങനെ അളക്കുന്നത്? ഹൗ ടു മെഷറിൽ വന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ടാണ് അളന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആം ഹോൾ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുന്നു. ഫ്രണ്ട് ആം ഹോൾ സ്ട്രൈറ്റ് മെഷർ 20.5. 20.5 കൊടുക്കുന്നു. ഈ ഒരു ഡോട്ട് റിമൂവ് ചെയ്യുന്നു. അടുത്ത് എനിക്ക് അക്രോസ് ഫ്രണ്ട് അക്രോസ് ബാക്ക് വേണം. ഞാൻ ആദ്യം അക്രോസ് ബാക്ക് എടുക്കാൻ പോകുന്നു. അക്രോസ് ബാക്ക് വന്ന് 39, അക്രോസ് ഫ്രണ്ട് 37. ഇപ്പോൾ അതിൻ്റെ പൊസിഷൻ 15 cm. HPSൽ കൊണ്ടുവന്ന് സെറ്റ് ഒറിജിൻ വയ്ക്കുന്നു. 15 cm കൊടുക്കുന്നു. സെറ്റ് ഒറിജിൻ കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കുന്നു. അതായത് വൈ ആക്സിസിൽ 0യിൽ വയ്ക്കുന്നു. അടുത്ത് വന്നിട്ട് 39 കൊടുക്കുന്നു. 39 ഡിവൈഡഡ് ബൈ 2 കൊടുക്കുന്നു. ഇപ്പം നമുക്ക് ഏകദേശം ആ മെഷറിങ് പോയിൻറ്റുകളൊക്കെ കിട്ടി. ഇപ്പം ഞാൻ ഈ 2 ലൈനും വന്നിട്ട് കർവ് പോയിൻ്റായിട്ട് ചേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് ഞാനിതിൽ ഷേപ്പ് കൊടുക്കുന്നു. ഈ ഒരു പോയിൻ്റ് വന്നിട്ട് സ്മൂത്ത് കർവിന് വേണ്ടിയിട്ടുള്ള ഒരു ബട്ടണുണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് ബാക്ക് റെഡിയായി. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു കോപ്പി എടുക്കുന്നു.
ഒരു കോപ്പി എടുത്തു. എന്നിട്ട് എനിക്കിവിടെ ഈ ഫ്രണ്ട് നെക്ക് ഡ്രോപ്പിൻ്റെ ഈ പോയിൻ്റ് എനിക്ക് ആവശ്യമില്ല. എന്നിട്ട് ഞാൻ ഈ പോയിൻ്റ് സെലക്ട് ചെയ്തു, 90 ഡിഗ്രി കൊടുക്കുന്നു. എന്നിട്ട് അതിനെ കർവിൽ ഷേപ്പിൽ സ്മൂത്താക്കുന്നു. അങ്ങനെ കിട്ടി. എന്നിട്ട് ഞാൻ വൈ ആക്സിസിൽ ജീറോയിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നു. അക്രോസ് ഫ്രണ്ട് മാർക്ക് ചെയ്യുന്നു 37/2. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിൻറ്റും കൂടെ കിട്ടി. അടുത്തത് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് രണ്ട് ഒരുമിച്ചെടുത്ത് വയ്ക്കുന്നു. ഒരുമിച്ചെടുത്ത് വയ്ക്കാൻ നമ്മളൊരു പോയിൻറ്റിനെ പിടിക്കുന്നു, ആൾട്ട് ബട്ടൺ അമർത്തുന്നു, എന്നിട്ട് കൊണ്ടുവന്ന് വയ്ക്കുന്നു. അപ്പോൾ ഏകദേശം നന്നായിട്ട്, അതായത് ആ പോയിൻറ്റുകൾ മാച്ചായി ഇരുന്നുള്ളൂ. ഇനി എന്നിട്ട് നമ്മൾ ലൈറ്റായിട്ട് ഇതിലൊരു ഷേപ്പിംഗ് ഒക്കെ കൊടുക്കുന്നു. കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ബോഡി റെഡി. അടുത്തത് നമ്മൾ സ്ലീവ് ലോങ്ങത്ത് നമുക്ക് 20 cm കൊടുത്തിട്ടുണ്ട്. ബൈസിപ്പ് വന്ന് 17.5 cm കൊടുത്തിട്ടുണ്ട്. സ്ലീവ് ഓപ്പൺ 16 cm കൊടുത്തിട്ടുണ്ട്. 20.5, 17.5, 16. ഞാൻ വീണ്ടും റെക്ടാങ്കിൾ എടുക്കുന്നു, 20.5 കൊടുക്കുന്നു, 17.5 കൊടുക്കുന്നു, ഒരു പോയിൻ്റ് ഇടുന്നു, 16 കൊടുക്കുന്നു. ഓക്കെ, ഒക്കെ നമ്മൾ പ്രോപ്പർട്ടി ടേബിളിൽ പോയി എഡിറ്റ് ചെയ്താൽ മതി. എന്തൊക്കെ എഡിറ്റ് വേണോ. ഈ ഒരു പോയിൻറ്റിന് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ആയി വിഭജിക്കുന്നു. 3. എന്നിട്ട് ഈ ഒരു പോയിൻ്റ് റിമൂവ് ചെയ്യുന്നു. റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൽ ഷേപ്പ് കൊടുക്കുന്നു. ഓക്കെ, അത് സ്മൂത്താക്കുന്നു. ഈ പോയിൻ്റ് 90 ഡിഗ്രി ചെയ്യുന്നു. ഓക്കെ, ഇനി സ്ലീവിൻ്റെ ആം ഹോളിൻ്റെ മെഷർ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, രണ്ടും ചേർത്ത് നമുക്ക് 44.9 ഉണ്ട്. അപ്പം 44 എന്ന് പറഞ്ഞാൽ 22.45, 22.4 cm ഏകദേശം വേണം ഈ സ്ലീവിൻ്റെ സർക്കും ആ ആമുകളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് 22 ഉള്ളൂ, നമുക്ക് 24 വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ടർആം ലേശം ചെറുതാക്കണം. കാരണം അണ്ടർആമിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടില്ല. ഒരേ കസ്റ്റമർ ആണെങ്കിൽ അതൊക്കെ തരും. അപ്പോൾ നമുക്ക് അക്യൂറേറ്റായിട്ട് മാച്ച് ആവും. അത് തന്നില്ലെങ്കിൽ നമ്മളിങ്ങനെ ലൈറ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അത്രേ ഉള്ളൂ. വീണ്ടും ഞാൻ കുറയ്ക്കുന്നു, 24. ഓക്കെ ആയി. ഓക്കെ, അപ്പോൾ ആ മെഷർമെൻ്റ് ആയി. നമുക്ക് എന്തായാലും ആം ഹോൾ സർക്കും ചെക്ക് ചെയ്യാണ്ട് പാറ്റേൺ റിലീസ് ചെയ്യാൻ പാടില്ല. കാരണം അല്ലെങ്കിൽ തയ്ക്കുമ്പോൾ അൺഈവൻ ഒന്നുകളയും. ഇപ്പോൾ നമുക്ക് സ്ലീവും റെഡിയായി. അടുത്ത് ഞാൻ ഇടാൻ പോകുന്നത് നെക്ക് ബാൻഡാണ്. നെക്ക് ബാൻഡിൻ്റെ ഹൈറ്റ് വന്നിട്ട് എത്രയാണ് കൊടുത്തിരിക്കുന്നത് ആരെങ്കിലും നോക്കിയായിരുന്നു? ഇല്ലല്ല, എന്നാൽ തന്നെ ഞാൻ തന്നെ നോക്കാം. നെക്ക് ബാൻഡിൻ്റെ ഹൈറ്റ് വന്നിട്ട് 1.2 cm ആണ്. അപ്പോൾ നമുക്ക് നെക്ക് ബാൻഡ് എപ്പോഴും വയ്ക്കുന്നത് ഫോൾഡിലായിരുന്നു വയ്ക്കാം. നിങ്ങൾക്ക് ടീഷർട്ടൊക്കെ കിട്ടുന്നതാണെങ്കിൽ നിങ്ങൾക്കതറിയാം. ഇപ്പം ഞാനപ്പം 1.2 അല്ല, സോറി, ഞാൻ ഇതാണെന്ന് പറഞ്ഞു. 25.5 cm ഉണ്ട്. ഞാൻ കൊടുക്കുന്നു 25.5 cm. 1.2 എന്ന് പറയുമ്പോൾ 2.4. ഇപ്പം നമ്മളെപ്പോഴും വന്നിട്ട് ഈ നെക്ക് ബാൻഡ് വയ്ക്കുമ്പോൾ വന്നിട്ട് ആ മെഷർമെൻറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിറ്റിംഗ് ഉണ്ടാവില്ല, ലൂസ് അടിച്ച് പോകും. ഏകദേശം ഒരു 15% ഇതിൻ്റെ കമ്മി ചെയ്യും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, മോഡിഫിക്കേഷനിൽ പോയി വൈ ആക്സിസിൽ ഒരു 85 കൊടുക്കുന്നു. ഇപ്പോൾ ഇത് ഓക്കെയാണ്. അങ്ങനെ പാറ്റേൺ ഇടുന്ന ജോലി ഏകദേശം കഴിഞ്ഞ്. ഇനി അടുത്ത് നമുക്ക് CM അലവൻസ് എന്താ കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കൊടുത്തു. CM അലവൻസൊക്കെ നമുക്കിവിടെ ആവശ്യമില്ല, അത് ഞാൻ 0 കൊടുത്തു. ഇവിടെ നമുക്ക് ആവശ്യമില്ല, ഇതും ഞാൻ 0 കൊടുത്തു. കാരണം ഇതൊക്കെ പകുതി പാറ്റേണാണ്, അതായത് ഫോൾഡഡ് പാറ്റേണാണ്. നമുക്ക് ഫുൾ പാറ്റേൺ വേണം. ഹെം ഹൈറ്റ് 2 cm കൊടുത്തു. ഈ ഒരു പോയിൻ്റ് ആവശ്യമില്ല. ഇവിടെ ഹെം ഹൈറ്റ് നമ്മൾ 2 cm കൊടുത്തു. ഈ ഒരു പോയിൻ്റ് ആവശ്യമില്ല, അതായത് ഈ ഒരു അലവൻസ് ആവശ്യമില്ല. ഇവിടെ നമ്മൾ 2 cm കൊടുത്തു. ഇവിടെ വന്നിട്ട് നമ്മൾ തയ്ക്കുമ്പോൾ വന്നിട്ട് മടങ്ങുമ്പം അൺഈവൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോർണർ കൊടുക്കണം. ഞാൻ പ്രീവിയസ് സിമിട്രി കൊടുത്തു. ഇപ്പോൾ ഇത് മടങ്ങുമ്പോൾ കറക്റ്റായിരിക്കും. ഇനി അടുത്തത് നമുക്ക് എല്ലാ പാർട്സിനും നെയിം കൊടുക്കാം. സ്ലീവ്, ബാക്ക്, ഫ്രണ്ട്,
നെക്ക് കൊടുത്തല്ലോ. ഇനി ഇത് നമ്മൾ ഈ നമ്മൾ കൊടുത്ത അനോട്ടേഷൻ ഒന്ന് വിഷ്വൽ ആകണമെങ്കിൽ നമ്മൾ ഈ ചെക്ക് പേസിൽ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ വരും. ഓക്കെ, ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്തുനിന്ന് അലൈൻ ചെയ്യുന്നു. ഇതിൻ്റെ ലെങ്ത്തൊക്കെ നമ്മൾ പ്രോപ്പർട്ടി ടേബിളിൽ പോയി എഡിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇൻറ്റേർണൽ ലൈനുണ്ട്, അതിൻ്റെ പേരാണ് ഗ്രെയിൻ അസിസ്റ്റ് എന്ന് പറയും. അതായത് നമ്മുടെ ഫാബ്രിക്കിൽ പാറ്റേൺ എങ്ങനെ ഇരിക്കണോ അതായത് അങ്ങനെ ഇരിക്കുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ ഫാബ്രിക് വന്നിട്ട് ഈ ലെങ്ത്തിലാണ് ഇങ്ങനെ റോളായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൽ വന്നിട്ട് പാറ്റേൺ ഇരിക്കുന്നത് വന്നിട്ട് ഇങ്ങനെയായിരിക്കും. അതായത് ഇത് വന്നിട്ട് ഇങ്ങനെയൊന്നും ഇരിക്കാൻ പാടില്ല, മനസ്സിലായോ? അതിനാണ് ഇത് കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഈ പാറ്റേൺ ഓപ്പൺ ചെയ്യാം. നമുക്ക് പകുതി പാറ്റേൺ അല്ല, നമുക്ക് ഫുൾ പാറ്റേൺ അല്ല വേണ്ടേ. അപ്പം നമ്മൾ ഈ ഗാർമെൻറ്റ് ടൂളിൽ പോയിട്ട് ക്രിയേറ്റീവ് സിമിട്രി ആക്സിസ് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. അതിൽ പോയി ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ഭാഗത്താണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഞാനിതിപ്പോൾ ക്ലിക്ക് ചെയ്തു. ഇപ്പം നമുക്ക് എല്ലാം വന്നിട്ടൊന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മളെപ്പോഴും പോലെ പാറ്റേൺ ടൂളിൽ പോകുന്നു, എല്ലാം സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ ചെയ്ത് നോക്കുന്നു. അതായത് ഇത് വന്നിട്ട് നമുക്കിങ്ങനെ പെർമനൻ്റ് അല്ല. പെർമനൻ്റ് ആക്കണമെങ്കിൽ ഇപ്പുറത്തുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെർമനൻ്റ് ആണ്. മനസ്സിലായോ? ഇത് മിററുമാണ്. അങ്ങനെ അത് കഴിഞ്ഞു. അടുത്ത നമുക്ക് ഗ്രേഡിങ്ങിലേക്ക് പോവാം. ഗ്രേഡിങ് പോകുമ്പോൾ നമ്മൾ എല്ലാ പാറ്റേണും എടുത്ത് ഒന്ന് അറൈവ് ചെയ്ത് വെച്ചതിന് ശേഷം സീം ലൈനൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യാം. ഹൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ നമ്മുടെ ഗ്രേഡിങ് മെഷർമെൻറ്റ് ചാർട്ടിലേക്ക് പോകുന്നു. മെഷർമെൻറ്റ് ചാർട്ടിൽ നമുക്ക് 44, 47, 50, 53, 56 അതായത് ഏകദേശം 3 CM ഗ്രേഡിങ്. ഹാഫ് പാറ്റേൺ ആയതുകൊണ്ട് നമ്മൾ 1.5 CM കൊടുക്കുന്നു. അതിന് മുമ്പ് നമ്മൾ ഗ്രേഡർ മെഷർമെൻറ്റ് ഗ്രേഡഡ് സൈസ് കൊടുക്കണം. ഞാനിവിടെ കൊടുക്കുന്നു S, M, L, XL, XXL കൊടുത്തു, അക്സെപ്റ്റ് ചെയ്തു. ഇപ്പം നമ്മളുടെ സൈസ് ഉള്ളത് M ആണ് ബേസ് സൈസ്. അപ്പം നമ്മൾ ആ M സൈസ് ബേസ് സൈസ് ഇവിടെ ക്ലിക്ക് ചെയ്തു. അതിന് ശേഷം നമ്മൾ ഈ പോയിൻറ്റുകൾ സെലക്ട് ചെയ്ത് 1.5 CM കൊടുത്തു. അടുത്തത് ലെങ്ത്ത് വന്നിട്ട് 3, ബാലൻസൊക്കെ 2. ആദ്യത്തെ ഒരു 3, ബാലൻസൊക്കെ 2. ഒരു 3 CM ബാലൻസൊക്കെ 2. ഓക്കെ, അടുത്തത് ഷോൾഡറാണ്. ഷോൾഡർ വന്നിട്ട് 40, 48, 44, 2 CM. അക്രോസ് ഫ്രണ്ട് അക്രോസ് ബാക്കിൻ്റെ പൊസിഷൻ വന്നിട്ട് 0.5 CM വെച്ച്, അക്രോസ് ഫ്രണ്ട് അക്രോസ് ബാക്കും വന്നിട്ട് 2 CM വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഷോൾഡർ 2 CM എന്ന് പറയുമ്പം നമ്മൾ 1 CM കൊടുക്കുന്നു. അതേപോലെ അക്രോസ് ഫ്രണ്ട് അക്രോസ് ബാക്ക് 1 CM കൊടുക്കുന്നു. അതിൻ്റെ പൊസിഷൻ 1/2 CM കൊടുക്കുന്നു. ഇത് എക്സിൽ കൊടുക്കുന്നുണ്ട്, വൈയിൽ കൊടുക്കുന്നുണ്ട്, അത് ശ്രദ്ധിച്ചോണം. അടുത്ത് വന്നിട്ട് നമുക്കുള്ളത് ആം ഹോളാണ്. ഫ്രണ്ട് ആം ഹോൾ മെഷർമെൻറ്റ് വന്നിട്ട് എല്ലാം 1/2 CM. അപ്പം ഞാൻ അതും 1/2 CM കൊടുത്തു, 0.5. അടുത്തത് വന്നിട്ട് നെക്ക് വിത്ത് നെക്ക് ഡ്രോപ്പാണ്. നെക്ക് വിത്ത് വന്നിട്ട് എല്ലിലും XXL മാത്രമേ ഗ്രേഡിംഗ് ഉള്ളൂ. അതേപോലെ നെക്ക് ഡ്രോപ്പും വന്നിട്ട് എല്ലിലും XXL മാത്രമേ ഗ്രേഡിംഗ് ഉള്ളൂ. അതും 1/2 CM. നെക്ക് വിത്ത് 1 CM, നെക്ക് ഡ്രോപ്പ് 1/2 CM. അപ്പോൾ നമ്മൾ വൈയിൽ ഇവിടെ ഒരു 0.5, ഇവിടെ ഒരു 0.5 കൊടുക്കുന്നു. അടുത്ത അതേപോലെ നെക്ക് ഡ്രോപ്പിലും എക്സിൽ ഇവിടെ ഒരു 0.5 കൊടുക്കുന്നു, ലാസ്റ്റ് സൈസിൽ ഒരു 0.5 കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ നെക്ക് ഡ്രോപ്പിൻ്റെ ഗ്രേഡിങ് കഴിഞ്ഞു. അടുത്ത് അതേപോലെ നമുക്ക് ടോട്ടലായിട്ട് ഗ്രേഡിങ് 1 CM ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വൈയിൽ 1 CM കൊടുക്കുന്നു, ഇവിടെ 1 CM കൊടുക്കുന്നു. അങ്ങനെ നെക്കിൻ്റെ കാര്യം കഴിഞ്ഞു. അടുത്ത് സ്ലീവാണ്.
അടുത്ത സ്ലീവ് മെഷർമെൻറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 19, 20, 21, 22, 23 ഓരോ സി എം. ബൈസെപ്പും വന്നിട്ട് 16, 17, 18, 19, 20. സ്ലീവ് ഓപ്പണും 15, 16, 17, 18, 19 ഓരോരോ സി എം. അപ്പം നമ്മൾ ഇതിൽ ടോട്ടലായിട്ട് ഒരു സി എം കൊടുക്കുന്നു. സ്ലീവ് ഓപ്പണും ഒരു സി എം കൊടുക്കുന്നു. -1 ഒരു സി എം കൊടുക്കുന്നു. ആ മോളുടെ പൊസിഷൻ വന്നിട്ട് 0.5 കൊടുക്കുന്നു. ഓക്കെ, ഈ പോയിൻ്റ് ഞാൻ വന്നിട്ട് മൈനസിലാണ് കൊടുത്തത്. കാരണം നമ്മുടെ വൈ ആക്സിസും എക്സ് ആക്സിസും ഉള്ളത് ഈ ഡിഗ്രിയിലാണ്. അത് വന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റിൽ പോകുന്നു. അപ്പോൾ നമുക്ക് ഒരു സി എം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ചെറിയ സൈസ് പുറത്തേക്കും വരും, വലിയ സൈസ് അകത്തേക്കും പോകും. അതുകൊണ്ടാണ് ഞാനത് മൈനസിൽ കൊടുത്തത്. അല്ലെങ്കിൽ നമ്മളിവിടെ നോർമൽ എപ്പോഴും പോലെ കൊടുത്തിട്ട് ഈ ഗ്രേഡിങ് വെർട്ടിക്കൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ശരിയാവും. അങ്ങനെ നമ്മുടെ ഗ്രേഡിങ് മൊത്തം കഴിഞ്ഞു. ഇപ്പോൾ പാറ്റേണൊക്കെ റെഡിയായി കേട്ടോ. ഇതേനാ ഇനി എന്താ, ഇതൊക്കെ നമുക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തെടുക്കണം. ഞാനിതെല്ലാമേ വന്നിട്ട് ഇതൊക്കെ ടോട്ടലായിട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഹാഫ് പാറ്റേണാണ്. ഇത് ഞാൻ ഫുൾ പാറ്റേൺ ആക്കുന്നു. അതായത് സിമെട്രിക് ആക്സിസ് എന്നുള്ളത്, അതായത് ഈ പകുതി ഉള്ളത് ഓപ്പൺ ചെയ്തെടുക്കുന്നു. ഇത് വന്നിട്ടിപ്പോൾ ടെമ്പററി ഓപ്പണാണ്. പക്ഷേ ഇത് നമ്മൾ മാർക്കറിലേക്ക് റൺ ചെയ്യുന്ന സമയത്ത് ഓപ്പണായിട്ട് തന്നെ വരുള്ളൂ. ഫോൾഡഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ പെർമനൻ്റായി ഓപ്പൺ ആക്കണമെങ്കിൽ ഇങ്ങനെ ഈ അതിൻ്റെ അടുത്തുള്ള പെർമനൻ്റ് ഓപ്പൺ കൊടുത്താൽ മതി. അത് ഓപ്പൺ ആയി കിട്ടും. ഓക്കെ, ബാക്ക് റെഡിയായി, ഫ്രണ്ട് റെഡിയായി, നെക്ക് ബാൻഡ് റെഡിയായി, സ്ലീവ് റെഡിയായി. ഗ്രേഡിങ്, സീം അലൗൺസ് ഒക്കെ കറക്റ്റാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ, നമ്മുടെ ഒരു ബേസിക് പാറ്റേൺ ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അടുത്ത മുതൽ ഇങ്ങനെ ചെറിയൊരു സ്റ്റൈൽ മുതൽ അടുത്ത നമുക്കൊരു പോളോയ്ക്ക് പോകാം. അടുത്തൊരു പോളോയിൽ വന്നിട്ട് ഒരു പോക്കറ്റ് വെച്ചിട്ട് പോകാം. അങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ട് പോകാം. നമ്മുടെ നോളജ് എത്രത്തോളം ഇമ്പ്രൂവ് ആക്കാൻ முடியுമോ അത്രത്തോളം ഇമ്പ്രൂവ് ആക്കി കൊണ്ടുപോകാം നമുക്ക്. അപ്പോൾ ഓക്കെ, ബൈ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടാറ്റ, ബൈ.